SUV സെഗ്മെന്റ് ആണ്. ബ്രസ 23 മോഡൽ നോർമൽ ഓട്ടോയെ പോയിട്ടുള്ളൂ. വാറണ്ടി 26 വരെ ഉണ്ടാവും. 26 വരെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. വേണം ഹിസ്റ്ററി കാര്യങ്ങൾ എടുത്തോളൂ. കാര്യങ്ങൾ ഓർമ്മ മെയിൻ്റെനൻസ് അത്യാവശ്യം ഉള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളേ ഉള്ളൂ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതും ലോ കിലോമീറ്ററാണ്. 21 സംതിങ് ഓടിയതേ ഉള്ളൂ. 21,000 ഓടിയിട്ടുള്ളൂ. 5 വർഷം കൊണ്ടാണ് 21,000. വളരെ ലോ ആണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ. ഇത് അലോയ്സ് തന്നെ അല്ലേ? ഇത് അലോയ് കാര്യങ്ങളൊക്കെ വരും. അലോയ്, പുഷ് ബട്ടൺ, എയർ ബാഗ്, അങ്ങനത്തെ ഓപ്ഷൻ ഡുവൽ എയർ ബാഗ് ഉണ്ടാവും. ഓക്കെ. ഈ ലോങ് ഡ്രൈവ് പോകുന്ന ഒരു ബൈക്ക് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത്. അതെ, ഇപ്പോൾ ഒരു 30ൻ്റെ അടുത്ത് മൈലേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ബുള്ളറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. ഇത് കുറേ കാലമായി ചെയ്തിട്ട് CNG കസ്റ്റമർ നമ്മൾ ഓൾറെഡി എടുക്കുന്ന ടൈമിൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്തത് ഒരു മൈലേജ് കിങ് ആണ്. ടൊയോട്ടയുടെ എറ്റിയോസ് ലിവയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2018 മോഡൽ, ലോ കിലോമീറ്റർ. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് പരിചയമുണ്ടാവും അർജുനെ, നമ്മുടെ മുന്നേ ലോങ് ടൈം. അതെ, ഞങ്ങൾ കാണാണ്, വേറെ സ്ഥലത്ത് വെച്ചിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ വന്നിരിക്കുന്നത് ഇതാ മോട്ടോർസ് പ്രീ ഓൺഡ് കാർ അല്ലേ? അതെ, ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് എൻ്റെ സ്വന്തം നാട്ടിൽ തന്നെയാണ്, വടകര. ഒരുപാട് നാളുകൾക്ക് ശേഷം, 4 വർഷത്തിന് ശേഷമാണ് ഞാൻ വടകര വെച്ചിട്ട് സ്വന്തം നാട്ടിൽ വെച്ചിട്ട് വീഡിയോ ചെയ്തത്. കോഴിക്കോട് ജില്ലയിൽ വടകര കൈനാട്ടിയാണ് ലൊക്കേഷൻ. ഓക്കെ. കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ കൈനാട്ടിയാണ്. ഹൈവേ സൈഡിൽ തന്നെയാണ് വരുന്നത്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാൻ പറ്റും, ഇൻസ്പെക്ടഡ് വെഹിക്കിൾസ് ആണ്. എല്ലാം ഇവാലുവേറ്റേഴ്സ് സർട്ടിഫൈ ചെയ്ത് ഇൻസ്പെക്ട് ചെയ്ത് എടുക്കുന്ന വാഹനങ്ങളാണ്, സർട്ടിഫൈ ചെയ്ത് വെക്കുന്ന വാഹനങ്ങളാണ്. അതിൽ തന്നെ മാരുതി വണ്ടികളാണെങ്കിൽ വാറണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ. അപ്പോൾ എന്താ ഇന്നത്തെ സ്റ്റോക്കിനെ പറ്റി എന്താ പറയാനുള്ളത്? നമുക്ക് വടകര ഇപ്പം ഒരു 5 മാസമായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഫസ്റ്റ് വീഡിയോ ഇതിൻ്റെയാണ്. പിന്നെ നമ്മൾ ഈ ലൊക്കേഷൻ കറക്റ്റ് പറഞ്ഞാൽ കസ്റ്റമേഴ്സിന് കുറച്ചും കൂടി രമ്യ ഹോട്ടലിൻ്റെ സൈഡിലായിട്ട് വരും. രമ്യ ഹോട്ടൽ അതാണ് മെയിൻ ലൊക്കേഷൻ. അപ്പം ഈ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതാണ് ഒരു ലൊക്കേഷൻ ഒന്ന് മനസ്സിൽ വെച്ചാൽ മതി. രമ്യ ഹോട്ടലിൻ്റെ സൈഡിലായിട്ട് വരും. ഓക്കെ. പിന്നെ സ്റ്റോക്ക് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം ഇവിടെ ഇപ്പം ഒരു 40ഓളം വണ്ടികൾ സ്റ്റോക്ക് ഉണ്ട്. അല്ലാണ്ട് ഓൾറൗണ്ട് നമുക്ക് ഏകദേശം ഒരു 456 വണ്ടികൾ ഓൾറൗണ്ട് സ്റ്റോക്ക് ഉണ്ട്. അതിപ്പം ഇവിടെ വന്ന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും സ്റ്റോറും നമുക്ക് ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഏത് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് വിളിച്ച് നോക്കുക, അതിനനുസരിച്ചുള്ള വാഹനങ്ങൾ കിട്ടും. ഇവിടെ തന്നെ ഇന്ന് നമ്മൾ കാണിക്കുന്നതിൽ നോൺ മാരുതി ഉണ്ടോ? മാരുതി ഉണ്ട്, മാരുതി അല്ലാത്ത ഉണ്ട്. ഓക്കെ, എന്തായാലും കണ്ടുനോക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽ ഇതാ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി. എന്തായാലും വീഡിയോയിലേക്ക്. ആദ്യ വാഹനം നമുക്കൊരു മാരുതി ബ്രാൻഡ് തന്നെ തുടങ്ങാം. മാരുതി സുസുക്കിയുടെ വിറ്റാര ബ്രസയാണ്. KL 65 രജിസ്ട്രേഷൻ വരുന്ന വാഹനം. തിരൂരങ്ങാടി. എങ്ങനെ അർജു? 2023 മോഡൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. ലോ കിലോമീറ്റർ, 19,000 കിലോമീറ്റർ ഓടിയതേ ഉള്ളൂ. 2 വർഷം കൊണ്ടോ? നോർമൽ ഓട്ടോ. 19,000 കിലോമീറ്റർ. ZXi പ്ലസ് ആണ്. ഏറ്റവും സൺറൂഫ്, 360 ക്യാമറ, അലോയ് വീല്, പിന്നെ ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ വരുന്നുണ്ട്. 4 വിൻഡോസ്, പിന്നെ നോർമൽ ടൈപ്പ് അല്ല, 6 എയർ ബാഗും കൂടെ ഉണ്ട്. 6 എയർ ബാഗും കൂടി വരും. ടോപ്പ് എൻഡ് ഒരു കോമ്പാക്ട് SUV സെഗ്മെന്റ് ആണ്. ബ്രസ 23 മോഡൽ നോർമൽ ഓട്ടോയെ പോയിട്ടുള്ളൂ. വാറണ്ടി 26 വരെ ഉണ്ടാവും. 26 വരെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന സിംഗിൾ ഓണർഷിപ്പ് വാഹനമാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. വേണം ഹിസ്റ്ററി കാര്യങ്ങൾ എടുത്തു കൊടുക്കാം. എന്തായാലും ഇവർ ഇൻസ്പെക്ട് ചെയ്തെടുത്ത വെഹിക്കിളാണ്, ഒന്നും പറയാനില്ല. അണ്ടർ വാറണ്ടിയിൽ നിൽക്കുകയാണ്, കമ്പനി വാറണ്ടിയിൽ. ഇതിനിപ്പോൾ എത്ര ചോദിക്കുന്നത്? 12 ചോദിച്ചത്. നമുക്ക് നെറ്റ് റേറ്റ് ആയിട്ട് 12.25 ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. 12,25,000 രൂപയ്ക്ക് 2023 ബ്രസ നിങ്ങൾക്ക് കൊണ്ടുപോകാം. സിംഗിൾ ഓണർഷിപ്പ്, 19,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഇതിന് മൈലേജ് എത്ര കിട്ടാൻ ചാൻസ് ഉണ്ട്? പെട്രോളിൽ നമുക്ക് എന്തായാലും ഒരു 15 ഹൈവേയിലൊക്കെ ലോങ്ങിലൊക്കെ ഏകദേശം മൈലേജ് കിട്ടും അല്ലേ? ഓക്കെ. ഒരു ബ്ലാക്ക് എഡീഷൻ ആണ്. അത്യാവശ്യം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടിയാണ്. അങ്ങനെ മേജറായിട്ട് സ്ക്രാച്ച് കാര്യങ്ങളൊന്നും ഇല്ല. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട് അല്ലേ? അത്യാവശ്യം ഒരു 80% മേലെ ടയറും കാര്യങ്ങളും ഉണ്ട്. ടയേഴ്സും ഉണ്ട്. ഓക്കെ. വേറെ ഇപ്പം നിങ്ങളൊന്നും ചെയ്യാനില്ല. ഇപ്പം സർവീസ് ആയിട്ടുണ്ടാവില്ല, ഡ്യൂ ആയിട്ടുണ്ടാവില്ല. സർവീസ് ചെയ്യേണ്ടി വരും. അതൊക്കെ എത്ര കോസ്റ്റ് വരും? ഒരു കമ്പനി ചെയ്യണം ഒരു 6,000-7,000 രൂപേൻ്റെ ഉള്ളിൽ അത്രയും. അടുത്തൊരു ബ്രസ തന്നെയാണ്, പക്ഷേ നേരത്തെ കണ്ടതിൻ്റെ തൊട്ട് മുമ്പത്തെ ഷേപ്പ് ഇതേപോലെ തന്നെ വേറൊരു വണ്ടി കൊണ്ടുപോകുന്നുണ്ട് അല്ലേ? ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. 2 ലോ കിലോമീറ്റർ. ഇത് KL 11 രജിസ്ട്രേഷൻ, കോഴിക്കോട് വണ്ടിയാണ്. ഇതെങ്ങനെ ഡീറ്റെയിൽ? 2018 മോഡൽ, 72,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, VDI ആണ് വരുന്നത്. മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനമാണ്. 2018 72,000 നോർമൽ ഓട്ടോ. ഒരു വർഷം വെച്ച് നോക്കുമ്പോൾ 7 വർഷം കൊണ്ട്
ഒരു പെട്രോൾ വണ്ടി ഓടുന്നോട്ടെ ഓടിയിട്ടുള്ളൂ. എന്തെങ്കിലും ക്ലെയിമോ റീപ്ലേസ്മെന്റ്? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ ബമ്പേഴ്സ്, സ്ക്രാച്ച്, അങ്ങനത്തെ ഒക്കെ ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മെയിൻ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല അല്ലേ? ഓക്കെ. അത്യാവശ്യം ടയറും കാര്യങ്ങളും ഉണ്ട്. ഒരു 60% മേലെ ടയറും കാര്യങ്ങളുണ്ട്. ഫ്രണ്ട് നല്ല അടിപൊളി ടയർസ് ആണ്, പുറകിലും കുഴപ്പമില്ല. ഓക്കെ. മൈലേജ് ഡീസൽ അല്ലേ? എങ്ങനെ 18-20 റേഞ്ച് മൈലേജ് കിട്ടും, അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. നേരത്തെ വെച്ച് നോക്കുമ്പോൾ ടൈപ്പിൽ ഇത്രയും മൈലേജും പിന്നെ ലോ മെയിൻ്റെനൻസ് കോസ്റ്റും ഉള്ള വണ്ടി എനിക്ക് ഒന്ന് ബ്രസയാണ് കുറച്ചും കൂടി ഹൈലൈറ്റ് ആയിട്ടുള്ളത്. അതെ തീർച്ചയായും. ഓക്കെ. അപ്പോൾ മിഡിൽ ഓപ്ഷൻ ആണ്. ബേസിക് നമുക്ക് വേണ്ട പവർ വിൻഡോസും അങ്ങനത്തെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. ഡുവൽ എയർ ബാഗ്, ഡ്യുവൽ എയർ ബാഗ്, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ഉണ്ടാവും. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിന് നമുക്ക് 8 ലക്ഷം രൂപ ചോദ്യമാണ്. നമുക്ക് നെറ്റായിട്ട് ഒരു 780 ചെയ്ത് കൊടുക്കാം. 780. 2018 മോഡലാണ് VDI. 2018 VDI 780 നിങ്ങൾക്ക് കൊണ്ടുപോകാം ഈ ഒരു ബ്രസ. ഫുൾ കമ്പനി സർവീസ് എല്ലാം ഉണ്ടോ? കമ്പനി സർവീസ് പ്രോപ്പർ ആണ് അല്ലേ? ഓക്കെ. നമ്മൾ സെയിം ഇനി ഒരു കളർ വ്യത്യാസം വേണമെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഓപ്ഷനും കൂടിയുണ്ട്. ഓറഞ്ച് കളറാണ് അതിന് സെയിം. ഏകദേശം നമുക്ക് ലോ കിലോമീറ്റർ തന്നെയാണ് ഓടിയത്. ഓക്കെ. രണ്ടിന് 5 കൂടി വേണമെങ്കിൽ നമ്മളല്ല എന്നെ വിളിച്ചാൽ മതി, ബാക്കിയുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളും. ഓക്കെ. അടുത്ത വണ്ടിയിലുണ്ട്. അടുത്തത് ഹോണ്ട ജാസ് ആണ്. KL 17 മൂവാറ്റുപുഴ രജിസ്ട്രേഷനാണ്, എറണാകുളം ജില്ല. ടോപ്പൻ്റെ ഇത് ജാസിൽ ഏറ്റവും ടോപ്പ് ZX ആണ്. ZX സൺറൂഫ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അലോയ്സ് ഉണ്ട്, എല്ലാം വരുന്നുണ്ട് അല്ലേ? പുഷ്പട്ടനം ഒക്കെ ഉണ്ടല്ലോ. ഓക്കെ. 20 മോഡലാണ്, 2020 ലാസ്റ്റ് ഇറങ്ങിയ. ലാസ്റ്റ് അതിന് ശേഷം ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ലാസ്റ്റ് ഇറങ്ങുന്നത്. അപ്പോൾ പെട്രോള് ZX അല്ല? ഏറ്റവും ടോപ്പിൻ്റെ മാനുവൽ മാനുവൽ ഡ്രൈവ് ആണ്. ഹോണ്ടയുടെ ഐവി ടെക് എഞ്ചിനാണ്. ഒരു 13-16 റേഞ്ചൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാം. ലോങ് ഡ്രൈവിൽ ഏകദേശം എനിക്ക് 17.5 ഒക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ. കിട്ടും. ലോങ് ഡ്രൈവിൽ നല്ല സ്മൂത്തായിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ കിട്ടും. അങ്ങനത്തെ അത്രയും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. ഓക്കെ. കാര്യങ്ങൾ ഓർമ്മ മെയിൻ്റെനൻസ് അത്യാവശ്യം ഉള്ള മെയിൻ്റെനൻസ് കാര്യങ്ങളേ ഉള്ളൂ. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ഇതും ലോ കിലോമീറ്ററാണ്. 21 സംതിങ് ഓടിയതേ ഉള്ളൂ. 21,000 ഓടിയിട്ടുള്ളൂ. 5 വർഷം കൊണ്ടാണ് 21,000. വളരെ ലോ ആണ്. സിംഗിൾ ഓൺഷിപ്പ് തന്നെ അല്ല, സെക്കൻഡ് ഓൺഷിപ്പ്. സെക്കൻഡ് ആയിട്ടുണ്ട്. കമ്പനി സർവീസ് പോയിട്ടുണ്ട് ഇതിന്? കമ്പനി സർവീസ് എടുത്തിട്ടുണ്ട്. ഓക്കെ. പീരിയോഡിക്കെല്ലാം പോയിട്ടുണ്ട് അല്ലേ? കറക്റ്റ്. ഓക്കെ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? ഇതിനമ്മ 735 വരും. 7,35,000 രൂപയ്ക്ക് ലോ കിലോമീറ്റർ ഫുൾ ഓപ്ഷൻ ജാസ് സൺറൂഫ് അടക്കം വരുന്ന ജാസ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2020 മോഡലാണ്. പെട്രോളും നെഗോഷ്യബിൾ ആട്ടോ. റേറ്റ് വന്ന് ടെസ്റ്റും കാര്യങ്ങളും ചെയ്തിട്ട് എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമെങ്കിൽ നെഗോഷ്യബിൾ. ഇവരുടെ ഇൻസ്പെക്ടഡ് വെഹിക്കിളാണ്. അപ്പോൾ ഒന്നും പേടിക്കണ്ട, ധൈര്യമായിട്ട് വന്നിട്ട് എടുക്കാം അല്ലേ? ഓക്കെ. ലോൺ എത്ര കയറുമില്ലേ? അറൗണ്ട് ജാസ് ആയതുകൊണ്ട് നമുക്കൊരു 80% കിട്ടും അല്ലേ? എന്തായാലും അതിൻ്റെ മേലെയൊക്കെ നോക്കാം. അടുത്ത അത് പ്രൊഫൈൽ നോക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ള നോക്കാം. ഓക്കെ. ഇതാ ഏറ്റവും ന്യൂ ഷേപ്പ് കൈഗറാണ് അടുത്തത്. റിനോ കൈഗർ KL 71 രജിസ്ട്രേഷനാണ്, നിലമ്പൂർ അല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? 2021-22 രജിസ്ട്രേഷൻ. ഓക്കെ. ഇതും ലോ കിലോമീറ്റർ 35,000 കിലോമീറ്റർ ഓടിയതേ ഉള്ളൂ വണ്ടി. 3 വർഷം നോർമൽ ഓട്ടമാണ്. ഓക്കെ. ഏതാ ഓപ്ഷൻ വരുന്നത്? ടോപ്പാ? RXT ഓപ്ഷനിൽ വന്നിട്ടില്ല. ഇതിൽ ടോപ്പൻ്റെ അല്ല, ഇതിന് തൊട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ. ചെറിയ ഡിഫറൻസേ വരുന്നുള്ളൂ. ബാക്കി അലോയ്സ് തന്നെ അല്ലേ? ഇത് അലോയ് കാര്യങ്ങളൊക്കെ വരും. അലോയ്, പുഷ് ബട്ടൺ, എയർ ബാഗ്, അങ്ങനത്തെ ഓപ്ഷൻ. ഡുവൽ എയർ ബാഗ് ഉണ്ടാവും. ഓക്കെ. പിന്നെ സ്റ്റീരിയോ ഉണ്ട്. അടിപൊളി കളറാണ്. റെഡ് ആൻഡ് ബ്ലാക്ക് അട്രാക്ഷൻ ആണ്. പിന്നെ 1 ലിറ്റർ ആണ് വരുന്നത്. അത്യാവശ്യം ഇത് ഇല്ല, ഇത് നോൺ ടർബോ ആണ്. ഇതിന്റെ ഫുൾ ഓപ്ഷൻ എനിക്ക് തോന്നുന്നു ടർബോ ആണ്. ഫുൾ ഓപ്ഷൻ അല്ല? ഓക്കെ. ഇതെന്തായാലും 1 ലിറ്റർ എഞ്ചിനാണ്. നല്ല മൈലേജ് ടൈപ്പിൽ അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടിയാണ്. ഒരു 14 to 17 ആ റേഞ്ചൊക്കെ മൈലേജ് എന്തായാലും പ്രതീക്ഷിക്കാം. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. മാനുവൽ ഡ്രൈവ് ആണ്. എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിന് നമുക്കിപ്പം 680. 6,80,000 രൂപയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. 2021 മോഡൽ 22 രജിസ്ട്രേഷൻ വരുന്ന RXT ഓപ്ഷണൽ അല്ലേ? ഇത് നെഗോഷ്യബിൾ ആട്ടോ. വന്ന് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളും ചെയ്തിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കും, റേറ്റ് ചെയ്ത് കൊടുക്കും. ഒരു ലോൺ എത്ര ചാൻസ് ഉണ്ട്? 5.25 6 കിട്ടും? 6 എടുത്ത് കിട്ടും. ഒരു 1 ലിറ്റർ കോമ്പാക്ട് SUV വേണമെന്നുണ്ടെങ്കിൽ നോക്കാം അല്ലേ? അടുത്ത വണ്ടിയിലുള്ള കൈഗറിൻ്റെ തന്നെ സെയിം സാധനം നിസാനിലേക്ക് വരികയാണ്. മാഗ്നൈറ്റ് KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷനാണ്, കോഴിക്കോട് ജില്ല. 2022 വണ്ടിയാണല്ലോ? 2022 വണ്ടി. പെട്രോൾ ആണ്, മാനുവൽ. പിന്നെ ഇത് 1 ലിറ്റർ തന്നെയാണ്? 1 ലിറ്റർ. ടർബോ അല്ല? അല്ല, നോൺ ടർബോ ആണ്. 1 ലിറ്റർ സെയിം നേരത്തെ കണ്ട കൈഗർ പോലെ തന്നെ സെയിം വണ്ടിയാണ്. എല്ലാം കൊണ്ട് സെയിം ആണ്. എല്ലാം കൊണ്ട്. ഓക്കെ. പിന്നെ XC ആണ്, ബേസ് മോഡലാണ് വരുന്നത്. പക്ഷേ പ്രീവിയസ് കസ്റ്റമർ അഡീഷണൽ ആയിട്ട് ടച്ച് സ്ക്രീൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. പവർ വിൻഡോസ് ഒക്കെ വരുമോ? ഇല്ല, പവർ വിൻഡോസ് രണ്ടാ വരുന്നത് അല്ലേ? 4 വരുമോ? 4 ഉണ്ട്. 4 വരുന്നുണ്ട് അല്ലേ? ഓക്കെ. വേറെ ക്ലെയിമോ കാര്യമൊന്നുമില്ലല്ലോ? ഇല്ല, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഓട്ടവും കുറവാണ്. 21 സംതിങ് ഓടിയതല്ലോ. 21 3 വർഷം കൊണ്ട് സിംഗിൾ ഓണർഷിപ്പ് വരുന്നത്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? സെയിം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. മാനുവൽ വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 2022 1 ലിറ്റർ മാനുവൽ
മാഗ്നൈറ്റ് മാഗ്നൈറ്റ് കിട്ടുന്നുണ്ട്. മാഗ്നൈറ്റ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ലോൺ ഒരു 6 lakh കിട്ടും. ഒരു 50,000 കണ്ട് ഇറക്കാൻ പറ്റുമോ? നമുക്കിത് നെഗോഷ്യമാണ്. ഒരു ഓഫർ റേറ്റ് ആയിട്ട് ഞാനൊരു 6-10 ലാസ്റ്റ് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് റേറ്റ് എന്നാൽ ഇതാ പിടിച്ചോ, 6-10 ലാസ്റ്റ് റേറ്റിന് ഈ ഒരു മാഗ്നൈറ്റ് കൊണ്ടുപോകാം. ഫുൾ ലോൺ കിട്ടുമോ? ഫുൾ ലോൺ ഏകദേശം നമുക്ക് നോക്കാം. പ്രൊഫൈൽ കാര്യങ്ങൾ നോക്കിയിട്ടാണെങ്കിൽ ഫുൾ ലോൺ വരെ കൊടുക്കും. ഓക്കെ. അടുത്ത വണ്ടിയിലുണ്ട്. അടുത്തത് ഒരു മൈലേജ് കിങ് ആണ്. ടൊയോട്ടയുടെ എറ്റിയോസ് ലിവയാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2018 മോഡൽ. ലോ കിലോമീറ്റർ, 65,000 കിലോമീറ്റർ ഓടിയതേ ഉള്ളൂ. 18-ൽ 65,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. ആ ഒരു 7 വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു പെട്രോൾ വണ്ടീൻ്റെ ഓട്ടം ഓടിയിട്ടുള്ളൂ ഏവറേജ് എടുത്താൽ. ഓക്കെ. നല്ല ഓട്ടോയിലാക്കൊക്കെ ഏറ്റവും സുഖമുള്ള വണ്ടിയാണ്. അതെ, അനങ്ങിയിട്ടുണ്ടാവില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. ടൊയോട്ടയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഓണർഷിപ്പ് എത്രയാ? സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർഷിപ്പ് 2018. ഓപ്ഷൻ ഏതായത്? VD ആണ് വരുന്നത്. VD എന്ന് പറയുമ്പോൾ ടോപ്പിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. VXT ആണ് ടോപ്പ്. പിന്നെ ഏകദേശം നമ്മൾ ടച്ച് സ്ക്രീന് കാര്യങ്ങൾ, പിന്നെ ഓപ്ഷൻസ് ഓൾമോസ്റ്റ് എല്ലാം ഉണ്ടാവും. വിൻഡോ, പവർ വിൻഡോ, എലോയ്, എനിക്ക് തോന്നുന്നു എലോയ് മാത്രമേ ഉണ്ടാവില്ല. ഇലക്ട്രിക്കൽ മിറേഴ്സ് എല്ലാം വരും അല്ലേ? എലോയ് ഇല്ല. എയർ ബാഗ് എല്ലാം ഉണ്ടാവും. അലോയ്സ് കുറയും, അത്രയേ ഉള്ളൂ. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിന് നമുക്ക് 7.35 വരും. 7,35,000. 2018 ലിവ VD. ഓക്കെ. ഡീസൽ വണ്ടി. മാർക്കറ്റ് ഏകദേശം അറിയാമല്ലോ. കൂടുതലാണ് മൊത്തം മാർക്കറ്റ്. ലോൺ ഒരു 6.5 റേഞ്ച് കിട്ടും. ബാക്കി ഇട്ടിറങ്ങാൻ പറ്റൂല്ലേ? ഓക്കെ. അത്യാവശ്യം അതാ ഓട്ടോ ഉള്ളതൊക്കെ ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷനാണ്. ഓട്ടോ ഉള്ളതെന്ന് വെച്ചാൽ തീരെ മെയിൻ്റനൻസ് ഉണ്ടാവില്ലേ? ബാക്കിയുള്ള ഡീസൽ വണ്ടി പോലെ ഒന്നുമല്ല. മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. ഓട്ടോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വമ്പ ലാഭമായിരിക്കും മൈലേജ് വൈസ് അല്ലേ? ഈ വീഡിയോ കൊണ്ട് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എൻക്വയറി വരാനുള്ള ഡെയിലി ഒരു 50 to 100 കിലോമീറ്ററിന് മുകളിലൊക്കെ ഓടുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എടുത്താൽ ഒരു പണിയും ഇല്ലാണ്ട് കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടിയായിരിക്കും അല്ലേ? ഓക്കെ. അടുത്ത വണ്ടിയിലുണ്ട്. അടുത്ത സ്വിഫ്റ്റ് ഡിസയർ ആണ്. ഒരു ഓട്ടോമാറ്റിക് വണ്ടി. KL 56 കൊയിലാണ്ടി രജിസ്ട്രേഷനാണ്. കോഴിക്കോട് ജില്ലയാണ്. എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ? 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ്. 17 സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. VXI ആണ്. VXI ഇവിടെ തന്നെ ഉണ്ട്. VXI മിഡിൽ ഓപ്ഷൻ ആണ്. പവർ വിൻഡോസും പവർ സ്റ്റിയറിംഗ് എല്ലാം വരും അല്ലേ? എയർ ബാഗ് എല്ലാം വരും. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ അത്യാവശ്യം ടയർ കാര്യങ്ങളുണ്ട്. ഒരു 85% മേലെ ടയർ കാര്യങ്ങളുണ്ട്. AMT ആണ് ഗിയർ ബോക്സ് വരും. മൈലേജ് ഉണ്ടാവും അത്യാവശ്യം. ഒരു 13-14 ഒക്കെ എന്തായാലും 13-16 റേഞ്ച് വരെയൊക്കെ എന്തായാലും പ്രതീക്ഷിക്കാം ലോങ് ഒക്കെ പോവുകയാണെങ്കിൽ അല്ലേ? ഓക്കെ. വേറെ ക്ലെയിമോ കാര്യമൊന്നും ഇല്ലല്ലോ? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. എത്ര ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിപ്പം നമുക്കൊരു 6-10 6,10,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. 2017 മോഡൽ ഓട്ടോമാറ്റിക് VXI ഡിസയർ ആണ്. ഓക്കെ. പിന്നെ ഡീസലായിട്ട് റിവേഴ്സ് ക്യാമും കൂടി ചെയ്യുന്നുണ്ട്. പ്രൈസ് നെഗോഷ്യബിൾ എന്തായാലും? ലൈറ്റ്ലി നെഗോഷ്യബിൾ ആയിരിക്കും. ചെയ്ത് കൊടുക്കാം അല്ലേ? അടുത്തൊരു ചെറിയ വണ്ടി ക്വിഡാണ്. KL 3 രജിസ്ട്രേഷൻ. പത്തനംതിട്ട രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. പത്തനംതിട്ട വണ്ടികൾ പൊതുവേ അങ്ങനെ കാണാറില്ല. ഓക്കെ. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? 2016 മോഡൽ തേർഡ് ഓണർഷിപ്പ്. 63 സംതിങ് ഓടിയിട്ടുണ്ട്. RXT ഓപ്ഷനിലാണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ സിംഗിൾ എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഉണ്ടാവും. 63,000 സർവീസ് ഉണ്ടോ? ജെന്യൂൻ സർവീസ് ഉണ്ടോ? വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഹിസ്റ്ററി കാര്യങ്ങൾ വേണമെങ്കിൽ കസ്റ്റമർക്ക് നമുക്ക് എടുത്തു കൊടുക്കാം. വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. ചെറിയ സ്ക്രാച്ച് കാര്യങ്ങൾ, ചെറിയ റീപെയിന്റ്. ഏതാ? 1000cc? ഇത് 1000cc ആണ്. 1000cc വാഹനമാണ്. ഒരു 15 to 17-18 റേഞ്ച് മൈലേജ് കിട്ടും. ഓക്കെ. അപ്പോൾ എത്രയാണ് ചോദിക്കുന്നത് ഇപ്പോൾ? ഇതിനകം നമുക്ക് 2.5 വരും. 2,50,000 രൂപയ്ക്ക് 2016 RXT ഓപ്ഷണൽ ക്വിഡ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഒരു 2 lakh എബോവ് ലോൺ കയറും. നമുക്ക് ID വാല്യൂ കാര്യങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ. ഒരു 5-6 ആൾട്ടോ 800 ഇങ്ങനെ നിരത്തിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നമ്മൾ കാണിച്ചു തരാം. എന്തായാലും KL 12 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. എങ്ങനെ ഡീറ്റെയിൽ ഇത്? 2022 മോഡൽ. ഇതും ലോ കിലോമീറ്റർ, 19 സംതിങ് ഓടിയല്ലോ. സിംഗിൾ ഓണർഷിപ്പ്. 3 വർഷം കൊണ്ട് ലോ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്നത്. ക്ലെയിമോ VXI ആണ് വരുന്നത്. വാറണ്ടി ഉണ്ടാവില്ല നിങ്ങളുടെ? വാറണ്ടി ഉണ്ട്. 27 വരെ വാറണ്ടി ഉണ്ട്. ഓക്കെ. കമ്പനി എയർ ബാഗ് വരുന്നുണ്ട്. സ്റ്റീരിയോ വരും. ഓക്കെ. പിന്നെ ഓട്ടോനും ബാക്കിൽ പവർ വിൻഡോസ് വരുന്നില്ല. ഫ്രണ്ടിൽ മാത്രമേ വരുന്നുള്ളൂ. സീറ്റ് കവേഴ്സും എല്ലാം ചെയ്ത് നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ. 19,000 മാത്രമേ ഓടിയിട്ടുള്ളൂ. 2022 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. കമ്പനി വാറണ്ടിയിലേക്ക് 27 വരെ മൈലേജും ഉണ്ടാവും. ഒരു 18-19 റേഞ്ചൊക്കെ മൈലേജ് കിട്ടും. എത്ര ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിന് നമുക്ക് 3.80 വരും. 3,80,000 രൂപ. 3,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ലോൺ ഒരു 3,320,000. ഏകദേശം നമുക്കൊരു 2.99 വരെ ID വാല്യൂ ഉണ്ട്. 2,99,000. അത് വേണേൽ കൂട്ടിയെടുക്കാൻ പറ്റും. കൂട്ടിയെടുക്കാം. കസ്റ്റമർക്ക് പ്രിഫറൻസ്. ഇപ്പം ഫുൾ ലോൺ വേണം അല്ലെങ്കിൽ ഒരു 10-20,000 രൂപ അടക്കണമെങ്കിൽ
ഇതിലേക്ക് മാറ്റാം, ഫുൾ കവറിലേക്ക് മാറ്റാം ഒന്നും. ഓക്കെ ഓക്കെ, അത്രേ ഉള്ളൂ. അടുത്ത വണ്ടിയിലേക്ക് നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു വാഗണറാണ്. KL18 വടകര തന്നെ രജിസ്ട്രേഷൻ വരുന്ന വണ്ടിയാണ്, കോഴിക്കോട് ജില്ല തന്നെ. ഇത് വെച്ചാൽ CNG അഡീഷണൽ ചെയ്തിട്ടുണ്ട്, കമ്പനി വരുന്നതല്ല, അഡീഷണൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ആഫ്റ്റർ മാർക്കറ്റ് അല്ലേ? ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? VXI ആണ് വരുന്നത്, പക്ഷേ അഡീഷണൽ ആയിട്ട് ടച്ച് സ്ക്രീൻ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, VXI മിഡിലല്ല, അന്നത്തെ ടോപ്പ് എൻഡ് ആണ്. പിന്നെ 2018 മോഡൽ, 18 സെക്കൻഡ് ഓണർഷിപ്പ്, 61,000 കിലോമീറ്റർ. ഓക്കെ, 18 പുതിയ ഷേപ്പ് വന്നതല്ലേ? 19. ഓക്കെ, 19 എന്ന് പറയുമ്പോൾ നമ്മളടുത്ത് 19 സ്റ്റോക്ക് ഉണ്ട് കേട്ടോ. ഷേപ്പ് ഉണ്ട് അല്ലേ? അതുകൊണ്ട് നിങ്ങൾക്ക് ഈ കാണിച്ച വണ്ടികളല്ലാതെ ഏതെങ്കിലും പ്രിഫറൻസോ കാര്യങ്ങളോ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ഓക്കെ, അർജുനെ കോൺടാക്ട് ചെയ്താൽ മതി. ഇതിൽ ക്ലെയിമോ കാര്യങ്ങളോ എന്തെങ്കിലും? ചെറിയൊരു ക്ലെയിം ഉണ്ട്, ബോണ്ട് മാറ്റിയിട്ടുണ്ട്, വേറെ റീപ്ലേസ്മെന്റ്, ഗ്ലാസ് ഒന്നും മാറിയില്ല, ബോണ്ട് മാത്രം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെ ഹിസ്റ്ററിയിലുണ്ട് പ്രോപ്പർ. ഇതിപ്പോൾ എത്ര ഓടി? 61,000 കിലോമീറ്റർ. 61,000, 2018 VXI CNG ചെയ്ത വാഹനമാണ്. മൈലേജ് എത്ര കിട്ടുന്നുണ്ട് CNGയിൽ? സത്യം ഞാൻ ആദ്യമായിട്ട് കേട്ടോ CNG വണ്ടി ചെയ്യുന്നത്. ഓക്കെ, അറിയുന്നവരുടെ കമൻറ്റ് ആയിരിക്കും. ഒരു ഇതിൽ നിറച്ച് കഴിഞ്ഞാൽ ഒരു 10, 20, 25 കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ ഒരു കണക്ക്, അതിൻ്റെ KG കണക്കോ എന്താണെന്ന് അറിയില്ല. അതിൽ പിന്നെ ഇതാകുമ്പോൾ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, കമ്പനി ഇല്ലാത്തതുകൊണ്ട് വാറണ്ടി കാര്യങ്ങളൊന്നും വരുന്നില്ല, ഒന്നും വരില്ല. ഓക്കെ, എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നതിന്? ഇതിന് നമുക്ക് 4,10 വരും. 4,10,000 രൂപയ്ക്ക് 2018 VXI CNG ചെയ്ത വാഗണർ നിങ്ങൾക്ക് കൊണ്ടുപോകാം. അഡീഷണൽ ടച്ച് സ്ക്രീനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ലോങ് ഡ്രൈവ് പോകുന്ന ഒരു ബൈക്ക് യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. എന്നുവെച്ചാൽ ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത്. അതെ, ഇപ്പോൾ ഒരു 30ൻ്റെ അടുത്ത് മൈലേജ് കിട്ടുക പറഞ്ഞാൽ ഒരു ബുള്ളറ്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് സുഖമായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു വാഹനമാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളൂ. ഇത് കുറേ കാലമായി ചെയ്തിട്ട് CNG കസ്റ്റമർ നമ്മൾ ഓൾറെഡി എടുക്കുന്ന ടൈമിൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എന്തായാലും തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ അർജുനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഇതാ നമ്മുടെ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻസിൽ രേഖപ്പെടുത്തുക അല്ലേ? അതുമാത്രമല്ല, ഇപ്പം പറഞ്ഞ വണ്ടികൾക്ക് വന്ന് എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് നെഗോഷ്യബിളായിട്ട് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ വീഡിയോയിൽ പറഞ്ഞു നോക്കണ്ട, ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എന്തായാലും നെഗോസിയേഷൻ നടക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ മാത്രമല്ല, 40 വണ്ടി മാത്രമല്ല, എൻ്റെ അടുത്ത് ഒരു 432 വണ്ടികളെ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഇനി ഏതെങ്കിലും വണ്ടി പ്രിഫറൻസോ കാര്യങ്ങളോ ഉണ്ടോ എന്നോട് പറഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ അയച്ചു. ഓക്കെ, അപ്പോൾ തൽക്കാലം അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരും കമൻസിലെ അഭിപ്രായം രേഖപ്പെടുത്തണം, വിട്ടുപോകരുത്. താങ്ക് യു അർജുൻ, എല്ലാവർക്കും നന്ദി, ബൈ.